السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് ഈ ഒരു സന്ദർഭത്തിൽ കൂടിയിരിക്കുന്നത് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മപ്പെടുത്തൽ ഈമാനുള്ള ആളുകൾക്ക് ഉപകരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു നിലയ്ക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് വേഗത്തിൽ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാക്കി മാറ്റി തീർക്കുവാൻ ഈ ഒരു സംസാരത്തെ കാരണമാക്കി തീർക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്, മുസ്ലിം ആയത്, തൗഹീദുള്ളവരായത്, ഈമാനുള്ളവരായത് പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ തൃപ്തിപ്പെടുവാനും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചാൽ അങ്ങനെ നരകശിക്ഷയിൽ നമുക്ക് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുന്ന ഒരേ ഒരു മാർഗം എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം, ആ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവുമായി നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിന് വളരെയധികം കണക്ഷൻ ഉണ്ട്, ബന്ധമുണ്ട്. നമ്മുടെ പാരത്രിക വിജയം അത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം അത്രയും ഗൗരവമുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഒരാളുടെയും ആശ്രയം വേണ്ടാത്തവനാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ആരും ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും, ഒരാളും ഈ ദുനിയാവിൽ അവനനുസരിച്ചിട്ടില്ലെങ്കിലും റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് അവന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിചരാചരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയെ വഴിപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ എന്തെങ്കിലും കൂട്ടാനും പോകുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നന്മകൾ കൂടുതൽ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ റബ്ബിനെ ധിക്കരിച്ചു എന്നുള്ളത് കൊണ്ട് റബ്ബിനല്ല നന്മയും ദോഷവും, നമുക്കാണ് ഗുണവും ദോഷവും. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിച്ച് അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും. വളരെ ചുരുക്കം ചില സൃഷ്ടികളെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്ന സൃഷ്ടിജാലങ്ങളാണ്. അത് ഏഴ് ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട വളരെ ചുരുക്കം ചില സൃഷ്ടികൾ മാത്രമേ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതായി ഈ പ്രപഞ്ചത്തിൽ മുഴുവനുള്ളൂ. ആകാശത്തിലെ പറവകളാണെങ്കിലും, സമുദ്രത്തിലെ മത്സ്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ മലക്കുകളാണെങ്കിലും, മാളത്തിലെ ഉറുമ്പുകളാണെങ്കിലും, എന്തൊരു കാര്യമാണെങ്കിലും അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, വന്നജ്മു വശജറു യസ്ജുദാൻ. നക്ഷത്രങ്ങളും മരങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വൈം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. എന്തൊരു കാര്യമുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ സ്തുതി വാഴ്ത്തി പറയുന്നുണ്ട്, പുകഴ്ത്തി പറയുന്നുണ്ട്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹവും. പക്ഷെ നിങ്ങൾക്കതിന്റെ പുകഴ്ത്തൽ, വാഴ്ത്തൽ അറിയുന്നില്ല. എന്തൊരു കാര്യവും
നമ്മൾ ജീവനുണ്ട് ജീവനില്ല എന്നൊക്കെ പറയുന്ന സാധാരണ വസ്തുക്കൾ പോലും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ? അല്ലെ, അവൻ എല്ലാത്തിനേക്കാളും അധികാരമുള്ളവനാണ്, ഒരാളുടെ ആവശ്യമില്ലാത്തവനാണ്. എല്ലാവരും ധന്യനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുത്താൻ മാത്രം നമുക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അതിനു മാത്രം വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനെ തൃപ്തിപ്പെടുത്താൻ മാത്രം പോകുന്ന മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടല്ല ശരിക്കും, പക്ഷെ റബ്ബ് നമ്മളിൽ നിന്ന് ചില ചെറിയ കാര്യങ്ങൾ ചെയ്താൽ റബ്ബ് തൃപ്തിപ്പെടാം, റബ്ബ് അതിന് പ്രതിഫലം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ റബ്ബിന്റെ മഹത്വത്തിന് യോജിക്കുന്ന അത്രയും മികച്ച രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം എന്ന് വെച്ചാൽ അള്ളാഹു കൽപ്പിച്ച ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റബ്ബ് അത് തൃപ്തിപ്പെടും, നമ്മൾ അത് സ്വീകരിക്കും, നമുക്കതിന് പ്രതിഫലം നൽകും എന്നെന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇവിടെ വേഗത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഈമാനാണ്, തൗഹീദാണ്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഈമാനാണ്, തൗഹീദാണ്. ഒരാൾക്ക് ഈമാൻ ഇല്ലെങ്കിൽ, അയാൾക്ക് തൗഹീദ് ഇല്ലെങ്കിൽ, അയാൾ എത്ര പ്രയാസപ്പെട്ട് എത്ര കഷ്ടപ്പെട്ട് യുഗങ്ങൾ കണക്ക് നൂറ്റാണ്ടുകൾ ഇബാദത്തുകൾ കഴിച്ചു കൂട്ടിയാലും, ഇബാദത്തുകൾ ചെയ്ത് അയാളുടെ ശരീരം മൊത്തം ഇബാദത്ത് ചെയ്ത് ക്ഷീണിച്ചു പോയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഇബാദത്തുകളിൽ നിന്ന് ഒരു തരിമ്പും സ്വീകരിക്കൂല. അള്ളാഹുവിന് അവന്റെ ഇബാദത്ത് ആവശ്യമില്ല. തൗഹീദുള്ള ഈമാനുള്ള ഒരാളുടെ ഇബാദത്ത് മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്തായി പരിഗണിക്കുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയുന്ന സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കാ മുശ്രിക്കുകളോട് പറയാൻ കൽപ്പിക്കണത് വലാ അൻതും ആബിദൂന മാ അഅബുദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല. ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നു. അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തതും മറ്റു പല നേർച്ച വഴിപാടുകൾ നടത്തിയതൊക്കെ അള്ളാഹു ഖുർആനിലും ഹദീസുകളിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. പക്ഷേ അവരുടെ ഇബാദത്ത് അള്ളാഹു ഇബാദത്തായി പരിഗണിക്കാത്തത്, അവർ അള്ളാഹുവിന് ഇബാദത്ത് കൊടുത്തിരുന്നു, മറ്റു പലർക്കും ഇബാദത്ത് കൊടുത്തിരുന്നു. അങ്ങനെയുള്ളൊരു ഇബാദത്ത് റബ്ബിന് ആവശ്യമില്ല. റബ്ബിന് അങ്ങനത്തെ ഒരു ഇബാദത്ത് ആവശ്യമില്ല. റബ്ബിന് മാത്രമായി, അള്ളാഹുവിന് മാത്രമായി എല്ലാ ഇബാദത്തുകളും നൽകുമ്പോഴേ റബ്ബ് അത് ഇബാദത്തായി സ്വീകരിക്കും. അല്ലേ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ പരലോകത്തെ അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചെന്ന് എങ്ങനെയാ? വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിയുകയും ആ പ്രവർത്തനങ്ങളെ ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലെ നാം ആക്കി തീർക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ അത് അവർക്ക് മീസാനിൽ യാതൊരു കനവും ഉണ്ടാക്കുകയില്ല, ഒരു പ്രയോജനവും പരലോകത്ത് ചെയ്യുകയില്ല. അല്ലേ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഈമാനുള്ള, ഏറ്റവും കൂടുതൽ തഖ്വയുള്ള, ഏറ്റവും കൂടുതൽ ഇൽമുള്ള, ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, ലൈൻ അശ്റക്ത, റസൂലെ താങ്കൾ എങ്ങാനും ഷിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും, താങ്കളുടെ ഇബാദത്തുകളൊന്നും താങ്കൾക്ക് ഉപകരിക്കൂല, അള്ളാഹു പറയാം. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാൻ തൗഹീദാണ്, ഈമാനാണ്. തൗഹീദ് ഇല്ലാത്ത ഒരാൾ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ സാധാരണ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാറുണ്ട്, ഈ തറ കെട്ടാതെ വീട് പണിയുന്ന പോലെ. സാധാരണ അടിത്തറ കെട്ടാതെ, ഫൗണ്ടേഷൻ കെട്ടാതെ വീട് പണിയുന്നത് പോലെയാണ്. ആ വീട് പണിയാൻ എത്ര ശക്തമായ ഇഷ്ടികകൾ കൊണ്ടുവന്നാലും, എത്ര ഉറപ്പുള്ള സിമന്റ് അതിന് ബലം കൊടുക്കാൻ ഉപയോഗിച്ചാലും, എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്താലും അടിത്തറ സ്ട്രോങ് അല്ലാത്തിടത്തോളം ആ വീട് നിലനിൽക്കൂല. അതേപോലെ തന്നെ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാണ് തൗഹീദ് എന്നുള്ളത്.
അല്ലേ? അതുകൊണ്ടല്ല അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം തന്റെ നാട്ടുകാർക്ക് ദഅവത്ത് ചെയ്യാൻ ആരംഭിച്ചപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 40 വയസ്സാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ആരംഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് 50 വയസ്സുള്ളപ്പോഴാണ്. 10 വർഷക്കാലം നിസ്കാരം പോലും നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. ആ 10 വർഷക്കാലം മുഴുവനും തൗഹീദ് തന്നെയാണ്, ഈമാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ തൗഹീദ് പറയൽ നിർത്തിയോ? ഇല്ല. അതിനുശേഷവും തൗഹീദ് തന്നെ. മദീനത്ത് പോയിട്ടും ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പഠിപ്പിച്ചു തന്നതും ആദ്യം പഠിപ്പിച്ചതും അവസാനം പഠിപ്പിച്ചതും ഒക്കെ തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പരസ്യമായി ദഅവത്ത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവിടുന്ന് മക്കയിലെ തെരുവോരങ്ങളിൽ ചെന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയാൻ ആരംഭിച്ചത് എന്താ? നിങ്ങൾ ശ്രദ്ധിക്കണം. മക്ക മുശ്രിക്കുകൾക്കിടയിലുള്ള ഇല്ലാത്ത വൃത്തികേടുകളില്ല, എല്ലാ വൃത്തികേടുകളും ഉണ്ട്. മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, മറ്റെല്ലാ വൃത്തികേടുകളും നിറഞ്ഞു നിന്നിരുന്ന സമൂഹത്തോട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യം പറയുന്നത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ മദ്യപിക്കരുത് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യമായി പറഞ്ഞത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, അത് അംഗീകരിക്കണം, അതിന്റെ വക്താക്കളാകണം. അങ്ങനെയാണെങ്കിൽ തുഫ്ലിഹൂ, നിങ്ങൾക്ക് വിജയിക്കാം. ഒന്നാമത് കൽപ്പിക്കുന്ന കൽപ്പന. ഇതേപോലെ അവസാനം മരിക്കാനായ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിക്കുന്നത് തൗഹീദ് തന്നെയാണ്. അല്ലെ? മരിക്കാനായി മരണശയ്യയിൽ കിടന്ന് ബോധം മറഞ്ഞു പോകുമ്പോൾ ഇടയ്ക്കൊരു സന്ദർഭത്തിൽ ബോധം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ, ജൂത നസാറാക്കളെ അള്ളാഹു ശപിക്കട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ നബിമാരുടെ ഖബറിടങ്ങളെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജാറങ്ങളാക്കി. മരിക്കുമ്പോഴും തൗഹീദാണ്, തുടക്കവും ഒടുക്കവും ഒക്കെ തൗഹീദാണ്. ഏറ്റവും കൂടുതൽ പറഞ്ഞതും ആവർത്തിച്ച് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തതൊക്കെ തൗഹീദിനാണ്. കാരണം തൗഹീദ് ഇല്ലെങ്കിൽ ഒന്നും ഉപകരിക്കില്ല, ഒരു പ്രവർത്തനം ഉപകരിക്കൂല. 1000 വർഷം സുജൂദിൽ കിടന്നു എന്ന് പറഞ്ഞാലും എല്ലാ പകലും നോമ്പെടുത്തു എന്ന് പറഞ്ഞാലും ഉള്ള സമ്പത്ത് മുഴുവൻ സമ്പത്ത് ദാനധർമ്മം ചെയ്തു എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു നമ്മൾ പറഞ്ഞാലും തൗഹീദ് ഇല്ലാത്ത, ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് അത് ഉപകരിക്കൂല. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂറത്തുൽ ഗാശിയയിൽ, ആമിലത്തുൻ നാസിബ, ചില ആളുകൾ ഖിയാമത്ത് നാളിൽ വരും. അവരൊന്നും ചെയ്യാതെ, പണിയെടുക്കാതെ, അമലുകളില്ലാതെ വരുന്നവരല്ല. അവർ കുറെ അമലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ പറ്റി അള്ളാഹ് പറഞ്ഞ എന്താ? തസ്ലാ നാറൻ ഹാമിയ, അവർ പ്രവേശിക്കുക കത്തിയെരിയുന്ന തീയിലേക്കാണ്. അപ്പൊ നമ്മൾ കുറെ പ്രവർത്തിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനം, അല്ലെ, നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്താണ് സൂറത്തുൽ മുൽക്കിലെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു, അഫ്വാൻ, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചു. ഖലഖൽ മൗത വൽ ഹയാത്ത്, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം. ഒരു ശ്രദ്ധിക്കണേ, അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനം എന്നാ പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രവർത്തനം എന്നാണോ? അല്ല, ഏറ്റവും നല്ല പ്രവർത്തനം. ഈ നല്ല പ്രവർത്തനം എന്നുള്ളത്, അതിനൊന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം തൗഹീദാണ്, ഈമാനാണ്. അതിനെ സംബന്ധിച്ച് വളരെയധികം നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു വലിയൊരു അപകടം എന്നുള്ളത്, നമ്മൾ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ പോലും അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ അള്ളാഹുവിനും പല ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും, അള്ളാഹുവിന് വേണ്ടി പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും. ആ കാര്യങ്ങൾ പോലും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കൂല. എന്നുവെച്ചാൽ ഷിർക്ക് ചെയ്തവന്റെ ഒരു പ്രവർത്തനവും റബ്ബിന് വേണ്ട. അതങ്ങനെ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്.
അനാഗന ഷുറക്കാഇ അന ഷിർക്ക്. ഷിർക്ക് വെക്കപ്പെടുന്ന പങ്കുകാരിൽ നിന്ന് ഏറ്റവും വലിയ ധന്യൻ ഞാനാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർക. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിക്കുകയാണ്, എങ്ങനെ? ആ പ്രവർത്തനത്തിൽ എന്നെയും വേറൊരാളെയും പങ്കുകാരാക്കുകയാണെങ്കിൽ അവനെയും ആ പ്രവർത്തനത്തിനെയും ഞാൻ ഉപേക്ഷിക്കും. പക്ഷെ എനിക്കത് വേണ്ടതില്ല. അള്ളാഹു പറയാം. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യത. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാരണം കൊണ്ടാണ് ദീനുൽ ഇസ്ലാമിൽ തൗഹീദിന് ഇത്രയും പ്രാധാന്യം. തൗഹീദ് അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം ഇത്രയധികം ആവർത്തിച്ച് പഠിപ്പിക്കപ്പെടുന്നത്. തൗഹീദ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിശദമായി പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും നേരെ തിരിച്ചാണ്. അവർ കുറേ ഇബാദത്തുകൾ ചെയ്യും, പക്ഷെ തൗഹീദിനെ പറ്റി പഠിക്കാൻ അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ മെനക്കെടുന്നില്ല. കുറെ നിസ്കരിക്കുന്നുണ്ടാവും, കുറെ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കണം, എന്താ അതുകൊണ്ട് കാര്യം? ഒരാൾക്ക് തൗഹീദ് ഇല്ലെങ്കിൽ കുറെ ഇബാദത്തുകൾ ചെയ്തതുകൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? അല്ലെ, വെള്ളത്തിൽ വരച്ച വര എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗുണവും അവന് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ആഖിറത്തിൽ നഷ്ടക്കാരിൽ പെട്ടുപോകാനല്ലല്ലോ നമ്മൾ ഈ പെടാപ്പാടുകളൊക്കെ പെടുന്നത്, ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നത്. അവിടെ എത്തി നരകത്തിൽ പെടാനോ അവിടുത്തെ റബ്ബിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് ശരിയാക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ്, തൗഹീദാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്കതിന് പ്രതിഫലം നൽകണം. അവന്റെ അടുക്കൽ എനിക്ക് ഈ പ്രവർത്തനം അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമായി തീരണം, ഈ ഒരു പ്രവർത്തനം സ്വർഗത്തിലേക്ക് എൻ്റെ വഴി എളുപ്പമാക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ, പരലോകത്തെ സംബന്ധിച്ചുള്ള ആ ചിന്തയല്ലാതെ മറ്റെന്തെങ്കിലും ചിന്തകൾ നമ്മുടെ പ്രവർത്തനത്തിൽ കടന്നു വരാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തനം, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഒരാൾക്ക് ഉദാഹരണത്തിന് നിസ്കരിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു പള്ളിയിൽ ഒരു സ്വഫിൽ ഒരു 20 ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. ഈ 20 ആളുകൾക്കും ആ നിസ്കാരം കൊണ്ട് കിട്ടാൻ പോകുന്ന പ്രതിഫലം വ്യത്യസ്തമാണ്. എല്ലാവരുടെയും നിസ്കാരം പ്രത്യക്ഷത്തിൽ ഒരേ രൂപം തന്നെയാണ്, പക്ഷെ ആ നിസ്കാരം കൊണ്ട് കിട്ടാൻ പോകുന്ന പ്രതിഫലം വ്യത്യസ്തമായിരിക്കും. കാരണം എത്രത്തോളം നമ്മുടെ മനസ്സിൽ മറ്റു ചിന്തകൾ കടന്നു വരാതിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അതുകൊണ്ടുള്ള പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ഇഖ്ലാസ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾ ഇഖ്ലാസ് എന്ന് പറയാം. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ പേടിക്കേണ്ട, നമ്മളെ പേടിപ്പെടുത്തുന്ന ഗൗരവമുള്ള വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ ഇഖ്ലാസിന്റെ സ്ഥാനം എന്നുള്ളത് കൽബാണ്. കൽബ് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ മാറി മറിയുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് നിയ്യത്തിന്റെ വിഷയം വളരെ പെട്ടെന്ന് മാറി മറിയും. റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം വേറൊരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, മനസ്സിലേക്ക് മറ്റു പല ചിന്തകളും, അവർ കാണുന്നുണ്ട്, അവരെന്നെ പറ്റി അങ്ങനെ വിചാരിക്കണം, ഇങ്ങനെ ചിന്തിക്കണം എന്ന ചിന്ത കടന്നു വരാൻ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ പറയാറുള്ളത്, എൻ്റെ ജീവിതത്തിൽ തന്നെ നീയത്തിനെ മാറാതെ പിടിച്ചു വെക്കാൻ ഞാൻ പണിപ്പെട്ടതുപോലെ മറ്റൊരു കാര്യത്തിനും ഞാൻ പണിപ്പെട്ടിട്ടില്ല. അത്രയും പ്രയാസമുള്ള കാര്യമായിട്ട് മുൻഗാമികൾ പറയാറുണ്ട്. മറ്റൊരു ചിന്തയോടെ കടന്നു വരരുത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, റബ്ബിന് തൃപ്തി കിട്ടുക, സ്വർഗത്തിലേക്ക് എത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ കിട്ടുക, ഇങ്ങനെയുള്ള ഈ പരലോക ചിന്തയല്ലാതെ മറ്റെന്തെങ്കിലും ചിന്ത അവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ, എന്താ പ്രശ്നം എന്നറിയും നിങ്ങൾക്ക്? ആ പ്രവർത്തനം റബ്ബ് സ്വീകരിക്കില്ല എന്നുള്ളത് മാത്രല്ല, പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ആ പ്രവർത്തനം അത് റബ്ബ് എന്ത് ചെയ്യില്ല,
അതിന് യാതൊരു പ്രതിഫലവും തരില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അപകടം ആ പ്രവർത്തനങ്ങൾ കാരണത്താൽ റബ്ബ് നമ്മളെ ശിക്ഷിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ അവരാണ്. കാരണം ദുനിയാവിന്റെ ആളുകൾക്ക് ദുനിയാവെങ്കിലും കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇഖ്ലാസ് ഇല്ലാത്ത ആളുകൾക്ക് ദുനിയാവും ഇല്ല ആഖിറും ഇല്ല. കാരണം അവൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് പരലോകത്തിന്റെ പ്രവർത്തനമാണ്, പക്ഷേ പരലോകത്താണെങ്കിൽ അവൻ അതിനുള്ള പ്രതിഫലവും കിട്ടുന്നില്ല. കാരണം അവൻ അത് ചെയ്യുന്നത് മുഴുവൻ ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും പെരുമയും കിട്ടാൻ വേണ്ടി മാത്രം. അല്ലെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്, അവ്വലു മൻ തുസഅറു ബിഹിമുൻ നാറു സലാസ. ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക 3 വിഭാഗം ആളുകളാണ്. ശ്രദ്ധിക്കണം ആ വിഷയത്തിന്റെ ഗൗരവം. നരകത്തിൽ ഖിയാമത്ത് നാളിൽ ആദ്യമായി പ്രവേശിപ്പിക്കപ്പെടുന്നത് ഈ 3 വിഭാഗം ആളുകൾ. ആരൊക്കെ 3 വിഭാഗം? ഒന്നാമത്തത് ഒരു ആലിമാണ്, ദീൻ പഠിപ്പിച്ച ഖുർആൻ പാരായണം ചെയ്ത ഒരു വ്യക്തിയാണ്. അയാളെ കൊണ്ടുവരും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അവന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തും. അവനതൊക്കെ അംഗീകരിക്കും. റബ്ബ് അവനോട് ചോദിക്കും, ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ അയാൾ പറയും, റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടി ദീൻ പഠിപ്പിച്ചു, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയോട് പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് കളവാണ്. നീ ദീൻ പഠിച്ചതും പഠിപ്പിച്ചതും, നീ വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, അല്ലെങ്കിൽ പ്രാസംഗികനാണ്, ഭയങ്കര വാഗ്മിയാണ്, വാക്ചാരതയുള്ള വ്യക്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയപ്പെടാൻ വേണ്ടി മാത്രം. നീ നല്ല ഭംഗിയിൽ ഖുർആൻ പാരായണം ചെയ്തത്, നീ നല്ല കാരി ആണ്, നല്ല ഭംഗിയുള്ള ഓത്താണ്, കേട്ടിരിക്കാൻ നല്ല രസമാണ് എന്നൊക്കെ പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അത് ദുനിയാവിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിനക്ക് അതേ ഉള്ളൂ, നീ എന്താണോ ലക്ഷ്യം വെച്ചത് അതേ നിനക്കുള്ളൂ എന്ന് അവനോട് പറയപ്പെടുകയും മുഖം നിലത്ത് കുത്തിയ അവസ്ഥയിൽ വലിച്ചഴക്കപ്പെട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അതേപോലെ രണ്ടാമത് കൊണ്ടുവരുന്നത് ഒരു ധർമ്മിഷ്ഠൻ, ദാനധർമ്മിയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, ദീനിൽ ഏതൊക്കെ വിഷയത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ആ വിഷയത്തിലൊക്കെയും സമ്പത്ത് ധാരാളം, കണക്കില്ലാതെ, കയ്യും കണക്കുമില്ലാതെ ചെലവഴിച്ചൊരാൾ. അയാളെയും ഖിയാമത്ത് നാൾ കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പൊ അവനത് അംഗീകരിക്കും. റബ്ബ് അവനോട് ചോദിക്കും, ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? അപ്പൊ അവൻ പറയും, റബ്ബേ, ഞാൻ നിന്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിച്ചു, നീ ഇഷ്ടപ്പെടുന്ന എല്ലാ വഴികളിലും എന്റെ സമ്പത്ത് ഞാൻ വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ റബ്ബ് അവനോടും പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ സമ്പത്ത് ചെലവഴിച്ചത്, ദാനധർമ്മം ചെയ്തത്, ഇത്തരം ഈ വിഷയങ്ങളിൽ നിന്റെ സമ്പത്ത് ചെലവാക്കിയത് ആളുകൾ നീ ഒരു ധർമ്മിഷ്ഠനാണ്, ദാനധർമ്മിയാണ്, ഉദാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അത് പറയപ്പെട്ടിട്ടുണ്ട്. ദുനിയാവിൽ ആ ഒരു പ്രശസ്തിയും പേരും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്, നിനക്ക് അതേ ഉള്ളൂ, ഇവിടെ നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനും ഇതേപോലെ തന്നെ മുഖം നിലത്ത് വലിച്ചഴച്ച അവസ്ഥയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. മൂന്നാമത് ഇതേപോലെ കൊണ്ടുവരപ്പെടുക ഒരു ഷഹീദിനെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ആ പോരാട്ടത്തിനിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടൊരു വ്യക്തി. ആ വ്യക്തിയും ഇതേപോലത്തെ നരകത്തിലേക്ക് വലിച്ചെറിയും. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈ ഹദീസ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. അവരൊക്കെ ഏറ്റവും വലിയ അമലുകൾ ചെയ്ത ആളുകളാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അങ്ങേയറ്റം പ്രിയങ്കരമായ ഇബാദത്തുകൾ ചെയ്ത ആളുകളാണ് ഈ 3 ആളുകളും. പക്ഷേ ആ 3 പ്രവർത്തനവും റബ്ബ് സുബ്ഹാനഹു സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ 3 പ്രവർത്തനവും കാരണത്താൽ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുക കൂടി ചെയ്യാം.
അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ഇഖ്ലാസ് എന്നുള്ളത്. മറ്റൊന്നും നമ്മുടെ കൽബ് റബ്ബിനറിയാം. നമ്മൾ എന്താണ് ആ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് റബ്ബ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താം, വാദിച്ച് ജയിക്കാം, അവകാശവാദങ്ങൾ ഉന്നയിക്കാം. അതുകൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് റബ്ബ് കൃത്യമായി അറിയുന്നുണ്ട്. അതിൽ ഉള്ള നീയത്തുകൾ എന്താണോ, ഉദ്ദേശം എന്താണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ, നമ്മുടെ താല്പര്യം എന്താണോ, അതേ നമുക്ക് കിട്ടുള്ളൂ. വലികുല്ലി ഇംറിഇൻ മാ നവ, എല്ലാവർക്കും എന്താണോ അവൻ ആ പ്രവർത്തനം കൊണ്ട് നിയത്താക്കിയത് അതേ കിട്ടുള്ളൂ. ഇഖ്ലാസിന്റെ വിഷയം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇഖ്ലാസ് ഒരു പ്രവർത്തനത്തിൽ ഇല്ലെങ്കിൽ നഷ്ടം വലിയ നഷ്ടമാണ്, അങ്ങേയറ്റത്തെ നഷ്ടമാണ്. ആ പ്രവർത്തനം നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കില്ല എന്ന് മാത്രമല്ല, നമുക്കത് ഉപദ്രവമായി തീരും. നമുക്കത് അപകടമായി തീരുന്ന അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾക്ക് ഈ വിഷയം അറിയുമ്പോൾ ശൈത്താൻ പല ചിന്തകൾ ഇട്ടുകൊടുക്കും. ഉദാഹരണത്തിന് പല ദീൻ പിടിക്കുന്ന ആളുകളും എൻ്റെ അനുഭവത്തിൽ തന്നെയുള്ള പലരും അവരിങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ശൈത്താൻ അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്ന ഒരു ചിന്തയാണ്, നീ ദീൻ പഠിക്കുമ്പോൾ പലരുടെയും തൃപ്തി ആഗ്രഹിക്കുന്നുണ്ട്, നീ പലരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, പലരും നിന്നെ പുകഴ്ത്താൻ നീ നോക്കുന്നുണ്ട് എന്നുള്ള ചിന്ത ശൈത്താൻ മനസ്സിലിട്ട് തരും. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മൾ ആ പേരും പറഞ്ഞ ആ ഇബാദത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ടാണ്. വളരെ ശ്രദ്ധിക്കണേ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശൈത്താൻ മനസ്സിലിട്ട് തരും, നീ ആ പള്ളിയിലുള്ള ബാക്കിയുള്ള ആളുകൾ നിന്നെ നോക്കുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ നീ നല്ല നിസ്കാരക്കാരനാണെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നീ നിസ്കരിക്കുന്നത് എന്ന് ശൈത്താൻ ചിന്തിപ്പിക്കുമ്പോൾ നമ്മൾ ആ നിസ്കാരം ഒഴിവാക്കുകയല്ല വേണ്ടത്. ശ്രദ്ധിക്കണേ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, വലിയ അബദ്ധമാണ്. അവിടെ ശൈത്താൻ വിജയിക്കുകയാണ്, നമ്മൾ തോറ്റുപോവാണ്. ശൈത്താൻ അങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ശൈത്താനോട് പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ, നമുക്ക് ശൈത്താൻ പറയുന്നതൊന്നും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യമില്ല. നമ്മുടെ ഇഖ്ലാസ് എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കും അറിയാം, റബ്ബിനും അറിയാം. നമ്മൾ അത് ചിന്തിച്ചാൽ മതി. ശൈത്താൻ ഇങ്ങനെ വന്ന് ഓരോന്ന് തോന്നിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറ്റം കിട്ടുകയൊന്നുമില്ല, നമ്മുടെ പ്രവർത്തനം റബ്ബ് സ്വീകരിക്കാതാവുകയൊന്നുമില്ല. അത് ശൈത്താൻ നമ്മളെ പ്രയാസപ്പെടുത്താൻ, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശൈത്താൻ മനസ്സിലിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മളത് പരിഗണിക്കേണ്ട ആവശ്യം പോലുമില്ല. അതിന് ചെവി കൊടുക്കാതിരിക്കുക, അതിന്റെ പാട്ടിന് വിടാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇബാദത്തുകളുമായി റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പിന്നെ മൂന്നാമത്തെ വിഷയം എന്നുള്ളത്, നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. പലരും തൗഹീദുള്ള ആളുകളായിരിക്കും, ഇതേപോലെ തന്നെ റബ്ബിന്റെ തൃപ്തി മാത്രമേ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ, മറ്റൊരു ഉദ്ദേശവും ആഗ്രഹവും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് രണ്ടും മാത്രം പോരാ. എന്നുവെച്ചാൽ പലരും പറയാൻ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നൊക്കെ പറയാറുണ്ട്. അത് അള്ളാഹുവിന്റെ അടുക്കൽ വിലപ്പോകുന്നൊരു പ്രിൻസിപ്പിൾ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാത്രം കറക്റ്റായിട്ട് കാര്യമില്ല, മാർഗവും കറക്റ്റ് ആവണം. അല്ലെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ചൊല്ലുന്നത് എന്താ? ലക്ഷ്യത്തെ പറ്റിയിട്ടാണോ ചോദിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്ത് എന്ന് പറഞ്ഞാൽ റൂട്ടാണ്, ടാർജറ്റ് അല്ല, എയിം അല്ല. കാരണം എയിം ക്ലിയർ ആണ്. എല്ലാ മുസ്ലിമീങ്ങളുടെ എയിം എന്താ, ടാർജറ്റ് എന്താ? റബ്ബിനെ തൃപ്തിപ്പെടുത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. വേറൊരു ടാർജറ്റും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ അതിനുള്ള റൂട്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ സിറാത്തൽ മുസ്തഖീം എന്ന ആ റൂട്ടിലൂടെ പോയാലേ നമുക്ക് ആ ടാർജറ്റിലേക്ക് എത്താൻ കഴിയുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നരകത്തിലേക്ക് എത്താൻ ഒരുപാട് വഴികളുണ്ട്.
പക്ഷെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരൊറ്റൊരു വഴിയുള്ളൂ. സിറാത്ത് എന്ന് പറഞ്ഞ ഒറ്റൊരു വഴിയാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതാണ് ആ വഴി? അള്ളാഹ് തന്നെ വിശദീകരിക്കുന്നുണ്ടല്ലേ സൂറത്തുൽ ഫാത്തിഹയിൽ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് അനുഗ്രഹിച്ചവർ? അള്ളാഹ് ഖുർആനിൽ വിശദീകരിക്കുന്നില്ലേ, ഉലായിക ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ 4 വിഭാഗക്കാർ: നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സാലിഹീങ്ങൾ. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഭാഗമാണ് ആര്? സ്വഹാബത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് എത്രയോ ഹദീസുകൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആയത്തുകൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അല്ലെ, നമ്മൾ സ്വഹാബികളെ പറ്റി പറയുമ്പോൾ എന്താ പറയാറ്? റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിനു നമ്മളെയും അള്ളാഹു തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം അത് മാത്രമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സൂറത്ത് തൗബയിൽ പറയുന്ന 100-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ. അള്ളാഹു പറയാണ്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന് തൃപ്തി കിട്ടുന്ന രണ്ട് വിഭാഗം. അള്ളാഹുവിന് തൃപ്തി കിട്ടുന്ന രണ്ട് വിഭാഗം. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് മുഹാജിറുകളും അൻസാറുകളും എന്ന് വെച്ചാൽ സ്വഹാബത്ത്. അതിലേറ്റവും ആദ്യം മുൻപന്തിയിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെയോ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരേറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകൾ. അവരേറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകൾ എന്ന് വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ മുഹാജിറോ അൻസാറോ ആകണം. അത് നമുക്ക് സാധിക്കൂല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഒരേ ഒരു ഓപ്ഷനാണ്. എന്താണ്? അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റണം. എന്ന് വെച്ചാൽ അവരെന്താണോ ദീനായി ചെയ്ത് കാണിച്ചു തന്നത് അത് ചെയ്യണം. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഒരാൾ നടക്കുമ്പോൾ ഫോളോ ചെയ്യുക. ഒരാൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മുന്നോട്ട് പോയാൽ അതേ സ്റ്റെപ്പ് നമ്മളും വെക്കുക. അങ്ങനെ പുറകിൽ പിന്നാലെ തന്നെ പോവുക. അതിനെയാണ് വല്ലദീന തബഊഹും, പിൻപറ്റുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഏതൊരു ആദർശത്തിലായിട്ടാണോ വിട്ടേച്ചു പോയത്, ഏതൊരു പ്രവർത്തനങ്ങളിലായിട്ടാണോ ഉപേക്ഷിച്ചു പോയത്, അതേ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതേ പ്രവർത്തനങ്ങൾ. അന്ന് അള്ളാഹു ആയത്തിറക്കിയില്ലേ, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം എന്ന് വെച്ചാൽ ഹജ്ജത്തുൽ വിദാഇന് അറഫാ ദിവസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് 2-3 മാസം മുമ്പ്. അന്ന് അല്ലാഹ് പറയാണ്, ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെന്തല്ല, ഒരു ഗ്ലാസ്സിൽ മുഴുവൻ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും, പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒഴിക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ ഈ ദീൻ അള്ളാഹു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിലേക്ക് ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല, ആഡ് ചെയ്യാൻ പാടില്ല, പറ്റില്ല. എന്താണോ അന്നുണ്ടായിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോകുമ്പോൾ അവരിൽ ഇബാദത്തുകളായിട്ടുണ്ടായിരുന്നത്, അതാണ് ഇന്നും ഇബാദത്താവുള്ളൂ. എന്ന് വെച്ചാൽ അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനാവൂല. ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോകുമ്പോൾ എന്താണോ ദീനായി പഠിപ്പിക്കപ്പെട്ടിരുന്നത്, അവർ പ്രവർത്തിച്ചിരുന്നത്, അതല്ലാത്ത ഒരു കാര്യവും ഇന്നും ദീനാവൂല. ഖിയാമത്ത് നാൾ വരേക്കും ഒരിക്കലും ഒരു കാലത്തും ദീനാവാൻ പോകുന്നില്ല. അപ്പോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോകുമ്പോൾ
ആ പഠിപ്പിക്കപ്പെട്ടതിൽ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മൾ ചെയ്യണം. അതല്ലാതെ നമ്മൾ നല്ലതല്ലേ, അതിനെന്താ കുഴപ്പം, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ന്യായീകരണം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവർത്തനം, ഒന്നാമത്തെ പ്രശ്നം, അള്ളാഹു അത് സ്വീകരിക്കൂല. അവർ ചെയ്തത് നമ്മൾ ചെയ്താലേ നമ്മൾ സ്വീകരിക്കുള്ളൂ. ഒന്നാമത്തെ പ്രശ്നം അതാ. അതിനേക്കാളും വലിയ അപകടം എന്താണെന്നറിയോ? പേടിപ്പെടുത്തുന്ന വിഷയം, ഇങ്ങനെ പുതിയതായി പല കാര്യങ്ങളും ചെയ്ത ആളുകൾ, അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബത്ത് ചെയ്ത് മാതൃക കാണിച്ചു തരാത്ത കാര്യങ്ങൾ നമ്മൾ ദീനിലാണ് അല്ലെങ്കിൽ ദീനിലുള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയും. ഇങ്ങനെ ബിദ്അത്തുകൾ ആളുകളുടെ പ്രശ്നമേ, അവർക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ അപകടം, അവർ ഖിയാമത്ത് നാളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഹൗദുൽ കൗസർ ഞാൻ എല്ലാ തൗഹീദുള്ള അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കൂട്ടം ആളുകൾ ദൂരെ നിന്ന് വരുന്നത് കാണുന്നുണ്ടാവും. നിസ്കാരത്തിന്റെ അവയവങ്ങൾ, വുളൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലാകും ഇത് എന്റെ ഉമ്മത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ മാത്രമേ വുളൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുകയുള്ളൂ. ഈ പ്രകാശം കണ്ട് തിരിച്ചറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അത് എന്റെ ഉമ്മത്താണ്. അങ്ങനെ ആ ഒരു വിഭാഗം ആളുകളെ കാത്തിരുന്ന് ഇങ്ങനെ അവർ വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ മലക്കുകൾ ഹൗദുൽ കൗസർ ലക്ഷ്യമാക്കി വന്ന ഈ ആളുകളെ തടഞ്ഞു നിർത്തുകയും അവരെ നരകത്തിന്റെ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കണ്ടിട്ട് മലക്കുകളോട് പറയും, അവരെന്റെ ഉമ്മത്താണ്, അവർ എന്റെ ഉമ്മത്താണ്, അവരിങ്ങോട്ട് കടത്തിവിടണം, എനിക്ക് അവർക്ക് ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കാനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താണെന്നറിയോ? ഇന്നക ലാ തദ്രീ മാ അഹ്ദസൂ ബഅദക്. റസൂലേ, താങ്കളുടെ കാലഘട്ട ശേഷം, താങ്കളുടെ മരണശേഷം ഇവരെന്തൊക്കെയാണ് ദീനിൽ പുതിയതായി പ്രവർത്തിച്ചതെന്ന് താങ്കൾക്ക് അറിയില്ല റസൂലെ. പക്ഷെ റസൂല് വിട്ടേച്ചു പോയ ആ ആദർശത്തിൽ നിന്നും പുതിയത് പിന്നെയും റസൂൽ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാ പോയത്. നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെയും അതിൽ ആഡ് ചെയ്താലോ, പിന്നെയും നല്ലതല്ലേ എന്ന് വിചാരിച്ച് പലതും നമ്മൾ പ്രവർത്തിച്ചാലോ, ആ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസറിൽ നിന്ന് പോലും തടയപ്പെടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകൾ നോക്കിയിട്ട് എന്താ പറയുന്നത്? സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ദീനി. എന്റെ ദീനിന് മാറ്റം വരുത്തിയ ആളുകൾ അവർ വിദൂരത്ത് പോകട്ടെ, ദൂരെ ആകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തപ്പോ ഇതിന്റെ ആവശ്യം? ഇത്രയൊക്കെ റിസ്ക് എടുക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് എന്താണ് ലക്ഷ്യം? സ്വർഗത്തിലേക്ക് എത്തുക. അതിനുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യം വിട്ടു കളഞ്ഞിട്ടില്ല. എല്ലാം ചെറുതും വലുതുമായ ഒരു കാര്യവും, ഒരു വള്ളി പുള്ളി പോലും വിടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീട്ടിനകത്തും പുറത്തും കച്ചവടത്തിലും വിവാദത്തിലും എല്ലാ കാര്യങ്ങളും, ഭർത്താവെന്ന നിലയ്ക്കും പിതാവെന്ന നിലയ്ക്കും ഭരണാധികാരി എന്ന നിലയ്ക്കും എല്ലാ വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിന് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളും എല്ലാം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വേറൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ട് ഏൽപ്പിച്ചിട്ടില്ല, വെറുതെ അവരെ പിൻപറ്റുക മാത്രം ചെയ്താൽ മതി. അവർ നടന്നതുപോലെ നടക്കുക, അവർ ചെയ്തതുപോലെ ചെയ്യുക, അവർ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക, അവർ ഇബാദത്തുകൾ ചെയ്തതുപോലെ ചെയ്യുക. എല്ലാം അവർ ചെയ്തതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു അവരെ എങ്ങനെയാണോ തൃപ്തിപ്പെട്ടത് അതേപോലെ നമ്മളും ജീവിച്ചാൽ നമ്മളെ അള്ളാഹു തൃപ്തിപ്പെടും. നമുക്ക് ഇത്രേ ബാധ്യതയുള്ളൂ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത്രയും
സിമ്പിളായി വളരെ എളുപ്പത്തിൽ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്? അതും കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത, ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾക്കൊരു മുതലാളിയും ഒരു തൊഴിലാളിയും മനസ്സിലാൻ വേണ്ടി പറയാം. മുതലാളി എന്ത് ചെയ്യാണ്? തൊഴിലാളിക്ക് ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ സിമ്പിളായ ഒരു ജോലിയാണ്. ആ ജോലി ചെയ്താൽ വൈകുന്നേരമാകുമ്പോൾ വലിയൊരു കൂലിയും കൊടുക്കാന്ന് പഠിപ്പിച്ചു മുതലാളി പറയുന്നുണ്ട്, വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ തൊഴിലാളി എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പണി ചെയ്യാതെ ബാക്കി കുറേ പണികൾ കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി ചെയ്യാണ്. വൈകുന്നേരം ആവുമ്പോഴേക്കും പൂർത്തീകരിക്കുക. പറഞ്ഞ പണിയാണെങ്കിൽ ചെയ്തിട്ടില്ല. ഇങ്ങനൊരവസരത്തിൽ ഈ മുതലാളി തൊഴിലാളിക്ക് ആ കൂലി കൊടുക്കുന്നത് എത്രമാത്രം ലോജിക്കലി കറക്റ്റ് ആവും? അതെങ്ങനെയാണ് ശരിയാവുക? ഇതേപോലെയാണ് പല അവരോട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പല പ്രവർത്തനങ്ങളും, ആ മജ്ലിസ്, ഈ മജ്ലിസ്, സ്വലാത്ത്, ദിക്ർ, ഹൽക്ക, അങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, അവരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പറയുന്ന, അവർ വാദിക്കുന്നത് എന്താ? ഞങ്ങൾ ഇമാം ഷാഫിഈയുടെ പിന്മുറക്കാരാണ്, ഞങ്ങൾ ഷാഫിഈയാക്കളാണ് എന്നാണ് ഇത്തരം ആളുകൾ വാദിക്കുന്നത്. നമ്മളൊന്ന് ചോദിച്ചു നോക്കി, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ വിശ്വാസമാണോ നിങ്ങളുടെ വിശ്വാസം? അവർക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അവരുടെ വിശ്വാസം ആ വിശ്വാസമല്ല, ഇമാം ഷാഫിഈയുടെ വിശ്വാസമല്ല. ഇമാം ഷാഫിഈയുടെ വിശ്വാസം വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖരായ ശിഷ്യന്മാർ, ഇമാം ഹുമൈദിയെ പോലെ, മുസനിയെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, അവരവരുടെ ഗ്രന്ഥങ്ങളിൽ, ഉസൂലു സുന്ന പോലത്തെ, ഷർഹു സുന്ന പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഇമാം ഷാഫിഈയുടെ വിശ്വാസം അതെന്താണ് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിന് ഘടകവിരുദ്ധമാവുന്ന വിശ്വാസങ്ങളാണ് ഇത്തരം ആളുകൾ ഇന്നും വെച്ചു പുലർത്തുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഇമാം ഷാഫിഈയുടെ പിന്മുറക്കാരാണ്. എന്നുവെച്ചാൽ ഞാൻ പറയുന്ന ഒരു ഉദ്ദേശം, പറഞ്ഞ പണി ചെയ്യാതെ ഏൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നതിലും അതിൽ സമയവും അധ്വാനവും മെനക്കെടുത്തുന്നതിലാണ് ഇത്തരം ആളുകളുടെ ശ്രദ്ധ മുഴുവൻ. എന്താണോ അവരെ ഏൽപ്പിക്കപ്പെട്ടത് അതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു അബദ്ധം നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നമ്മൾ ചെയ്യുക. അതിൽ കൂടുതൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മൂന്ന് സഹാബികൾ വരികയാണ്. അവസാനിപ്പിക്കുകയാണ്, ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് 3 സ്വഹാബികൾ, അവർ പുതിയതായി ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ പറ്റി അടുത്തറിയാൻ വേണ്ടി, അന്വേഷിച്ചറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കാണാൻ വന്നതാണ്. അപ്പൊ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. ഭാര്യമാരോട് എന്ത് ചെയ്യാണ്? അവർ മറയ്ക്കപ്പുറത്ത് ഇരുന്നു കൊണ്ട് എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ എന്ന് ഇവർ ചോദിച്ചറിയാം. അപ്പൊ ഭാര്യമാർ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് കേട്ടിട്ട് ഈ 3 പേരെന്ത് ചെയ്യാണ്? അവർക്ക് ഇതെന്തോ കുറച്ചാണല്ലോ, വളരെ കുറച്ച് ഇബാദത്തുകളല്ലേ ഇതിലുള്ളൂ എന്ന് അവർക്ക് തോന്നിപ്പോവാണ്. എന്നിട്ട് അവരിൽ ഒന്നാമത്തെ ആള് പറയാണ്, അള്ളാഹുവാണ് സത്യം, ഞാൻ ഇനി ഒരു പകല് പോലും നോമ്പെടുക്കാത്തതായിട്ട് എനിക്ക് ഉണ്ടാവൂല എന്ന് പറയാം. രണ്ടാമത്തെ ആള് പറയണം, അള്ളാഹുവാണ് സത്യം, എനിക്കിനി ഒരു രാത്രി പോലും എനിക്ക് ഉറങ്ങുന്നതായി, നിസ്കരിക്കാത്തതായിട്ട് എനിക്ക് ഉണ്ടാവൂല. മൂന്നാമത്തെ ആള് പറയണം, അള്ളാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും ഇനി വിവാഹം കഴിക്കുകയില്ല, എൻ്റെ ജീവിതം മുഴുവൻ ഇബാദത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെക്കുകയാണ് എന്ന് 3 പേരും പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്യണം? അവരവിടെ നിന്ന് പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടുകാർ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചു വിളിക്കുകയാണ്, തിരിച്ചു വരാൻ കൽപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയണം, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഞാൻ രാത്രി ഉറങ്ങുകയും ചെയ്യും, രാത്രി നിസ്കരിക്കുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഞാൻ രാത്രി ഉറങ്ങുകയും ചെയ്യും, രാത്രി നിസ്കരിക്കുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഞാൻ
ഞാൻ ചില ദിവസങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യും, ചില ദിവസം നോമ്പെടുക്കാതിരിക്കുകയും ചെയ്യും. ഞാൻ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. ഇതാണ് എൻ്റെ സുന്നത്ത്. എൻ്റെ ചര്യ എന്നുള്ളത് ഇങ്ങനെയാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എൻ്റെ സുന്നത്ത്, എൻ്റെ ചര്യയോട്, ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളോട് താല്പര്യക്കുറവ് കാണിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല. പക്ഷെ ഇത്ര പോരാ, നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചെന്നത് ശരി, അതിനേക്കാൾ കുറച്ചും കൂടി വേണം, ഇത്ര മതിയാവുന്നില്ല എന്ന ഒരു ചിന്തയുള്ളവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പഠിപ്പിച്ചു തരാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് എല്ലാ ഇബാദത്തുകളും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ്. ഇതല്ലാതെ വേറെയും വിഷയങ്ങളുണ്ട് ധാരാളം. ഏകദേശം സമയം നമ്മുടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ഇബാദത്തുകൾ പൂർത്തീകരിക്കാനും, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആഖിറത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിഫലം നൽകിക്കൊണ്ട് നരകത്തിന് രക്ഷപ്പെട്ട് അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗത്തിൽ ഏറ്റവും വലിയ ദറജകളിലേക്ക് എത്തിച്ചേരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.